കർത്താവ് നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ, ബാക്കി വചനം പറ, ആരെനിക്ക് എതിര് നിൽക്കും? കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. ആരെനിക്കെതിര് നിന്നിട്ടും കാര്യമില്ല. എന്തുകൊണ്ടാണ് കർത്താവ് നിന്റെ പക്ഷത്തുള്ളത്? പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുകയാണ്, കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസിന്റെ പക്ഷത്ത് കർത്താവ് ഉണ്ടായത്? കാരണം പൗലോസ് കർത്താവിന്റെ പക്ഷത്തായിരുന്നു. നീ ഏത് പക്ഷത്താണ്? പൗലോസ് ജീവിച്ചതും മരിച്ചതും ജീവിച്ചുകൊണ്ടിരുന്ന സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. അതായത് അവൻ കർത്താവിന്റെ പക്ഷത്താണ്. നീ ഏത് പക്ഷത്താണ്? തെരഞ്ഞെടുപ്പ് വന്നപ്പോ നമ്മള് ചില ആളുകള് UDF പക്ഷത്ത്, ചില ആളുകള് ഇടതുപക്ഷം, വലതുപക്ഷം, പക്ഷമുണ്ട് അല്ലേ? എന്നിട്ട് ഒരു മകൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങള് തൂക്കി എന്ന് പറഞ്ഞു. എന്ത് തൂക്കി? പഞ്ചായത്ത് തൂക്കി എന്ന് പറഞ്ഞു. പഞ്ചായത്ത് തൂക്കി? അല്ല, ഞങ്ങൾ ജയിച്ചു. ഞങ്ങളുടെ പക്ഷം അത് ഞങ്ങൾ നേടിയെടുത്തു. അതാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ പക്ഷം ഏത് പക്ഷമാണെന്ന് വെച്ചാൽ പറയുന്നില്ല. ഏത് പക്ഷമായിക്കോട്ടെ, ശരി. അപ്പോൾ നീ ഏതൊക്കെയോ പക്ഷത്തായിരുന്നു. നിന്റെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പിൽ നീ ഏതെങ്കിലും പക്ഷത്ത് നിൽക്ക്. ശരി, നിന്റെ ജീവിതം കൊണ്ട് നീ ആരുടെ പക്ഷത്താണ്? നിന്റെ ജീവിതം കൊണ്ട്. അച്ഛൻ 2-3 പിള്ളേരോട് ചോദിച്ചു, നിങ്ങള് തെരഞ്ഞെടുപ്പിന് കൊട്ടാനൊക്കെ പോയല്ലേ? ശരി, നമ്മുടെ പാർട്ടി നേടിയെടുക്കണ്ടേ? വേണം. തെരഞ്ഞെടുപ്പിന് ഈ പ്രചരണത്തിനൊക്കെ പോയില്ലേ? എത്ര ദിവസം പോയി? കാഷ്വലായിട്ട് ചോദിക്കാം. 1 മാസം പോയി. വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ജയിച്ചു, നമ്മുടെ പാർട്ടി ജയിച്ചു. ഓക്കെ, അത് മതി. ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും പരിഭവം ഉണ്ടോ? ഒരു പരിഭവം, എന്തെങ്കിലും ഒരു പരിഭവം ഇല്ല. ഓക്കെ, ശരി. നീ കർത്താവിന് വേണ്ടി എത്ര ദിവസം അധ്വാനിക്കും? പാർട്ടിയുടെ പക്ഷത്ത് നിന്ന് നീ കാലത്ത് മുതൽ വൈകുന്നേരം വരെ വോട്ട് തേടിയും റാലി നടത്തിയും പോസ്റ്റർ ഒട്ടിക്കാനും ബാനർ കെട്ടാനും ഒക്കെ ആയിട്ട് 1 മാസം അധ്വാനിച്ചു. നീ അതുപോലെ കർത്താവിന്റെ പക്ഷത്ത് നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുമോ? ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുമോ? നിന്റെ ജീവിതം നീ കർത്താവിന് കൊടുത്ത, കർത്താവ് നിനക്ക് പറയാണ്, ഞാൻ നിന്റെ പക്ഷത്തുണ്ട്. ഇതാണ് ദൈവം തരുന്ന ധൈര്യം എന്ന് പറയുന്നത്. കർത്താവ് എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്ക് എതിര് നിൽക്കും? കർത്താവ് നിന്റെ പക്ഷത്തുണ്ടാകണമെന്നുണ്ടെങ്കിൽ നീ കർത്താവിന്റെ പക്ഷത്തായിരിക്കണം. ഹല്ലേലൂയ.